ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ഏറ്റവും +2 ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ്. ബോർഡ് എക്സാമിന് 8 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ റിവിഷൻ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. പവറായിട്ട് കൂടെ കൂടിക്കോ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മക്കളെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റേണിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈസ്റ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഈസ്റ്റർ ആണ് കണ്ടുപിടിച്ചത് ഒരു മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്? മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. അതായത് മൂവിങ് ചാർജ്, നമുക്കറിയാം മൂവിങ് ചാർജിനാണ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു കറണ്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യും മക്കളെ? പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളൊരു ഫിഗർ ഇവിടെ കാണുന്നുണ്ടോ? ഒരു ബാറ്ററിനെ ഒരു കണ്ടക്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ബാറ്ററിയിൽ നിന്നും നമുക്കറിയാം ഈ കണ്ടക്ടർ വഴി എന്ത് ചെയ്യുന്നു? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇതിനടിയിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡില് ആ കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ഇതിൽ എന്ത് മനസ്സിലാക്കാം? ഒരു മാഗ്നറ്റിക് നീഡിലെ നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ ആ കറണ്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യണം? ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ചാപ്റ്ററിൽ മുഴുവനും നമ്മൾ ഇത് തന്നെയാണ് പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. റെഡിയാണോ മക്കളെ? അപ്പോൾ ഈ ചാപ്റ്ററിന്റെ കാതലാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. എന്താണോ മക്കളെ? മൂവിങ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്, അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അതാരാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ ഈസ്റ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? മാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിശദമായി നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് പഠിക്കാം, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പഠിക്കാം. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിക്കാം. എൻ്റെ കൂടെ നിങ്ങൾ കൂടിക്കോ. നമുക്ക് ഈ ചാപ്റ്റർ സെറ്റാക്കാം മക്കളെ. റെഡിയല്ലടാ? എങ്കിൽ ആദ്യമായി നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നതാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. എന്താണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്? നമുക്കറിയാം മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മൂവിങ് ചാർജ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് വരികയാണ്. എവിടെ വരുന്നു? ഒരു മൂവിങ് ചാർജ് അത് മൂവ് ചെയ്ത വെലോസിറ്റി v ആണ്. അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് വരുന്നു. ഇവിടുത്തെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് b ആണ്. ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഈ വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അതായത് ഒരു ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. ഒരു ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഇവിടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഈ ചാർജും തമ്മിലുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ വെലോസിറ്റിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്കറിയാം മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിലോട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ മക്കളെ നിങ്ങൾ എല്ലാവരും അത് പഠിച്ചു വെക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ബി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? എഫ് ബി എന്ന് വിളിക്കാം. എഫ് ബി മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു, മക്കളെ ഇക്വേഷൻ പഠിച്ചു വെച്ചോ, QVB സൈൻ തീറ്റയാണ്. QVB സൈൻ തീറ്റയാണ്. Q എന്ന് പറയുന്ന ചാർജ്, V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ, B എന്ന് പറയുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ തീറ്റ ആംഗിളിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് QVB സൈൻ തീറ്റയാണ്. Q ചാർജ്, V വെലോസിറ്റി ആൻഡ് B is the external magnetic field. Theta is the angle between velocity vector and magnetic field vector. എങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഈ വെലോസിറ്റി വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വെക്ടർ ഫോമിൽ എഴുതാൻ ചോദിച്ചാൽ മക്കളെ പഠിച്ചു വെച്ചോ, മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിൻ്റെ വെക്ടർ ഫോമാണ് എഴുതുന്നത്. സൈൻ തീറ്റ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം V ക്രോസ് B ആണ്. V ക്രോസ് B. അപ്പോൾ ഉറപ്പാണ് വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ലോറന്റ് ഫോഴ്സ് എന്താണ്? ലോറന്റ് ഫോഴ്സും മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മക്കളെ, മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ ലോറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജ് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എൻട്രിയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമുള്ള റീജിയനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് മൂലം ഒരു ഫോഴ്സ് ഉണ്ടാകും. നമ്മൾ പഠിച്ചാണ് E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ Q എന്ന് പറയുന്ന ചാർജ് എൻ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ ഫോഴ്സ് QE ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് QVB സൈൻ തീറ്റയും പഠിച്ചു. എങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ്.
ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം Q ഇൻറ്റു ഇ ആണ് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് F ഈസ് ഈക്വൽ ടു Q ഇ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അതെന്താണ് മക്കളെ? QVB സൈൻ തീറ്റയാണ്. QVB സൈൻ തീറ്റയാണ്. ഇനി ഇതിനെയും നിങ്ങൾക്ക് വെക്ടർ ഫോമിൽ എഴുതാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? Q ഇൻറ്റു വെക്ടർ ഇ. വെക്ടർ ഇ, കാരണം Q ഒരു മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഇല്ലാത്ത ഒരു വെറും സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് ചാർജ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം QV ക്രോസ് ബി. ദിസ് ഈസ് സിമ്പിൾ, വെരി വെരി സിമ്പിൾ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് ഓടിക്കടക്കേണ്ടതുണ്ട്. ചാടി ഓടിപ്പോകാം ഒരു ക്വസ്റ്റ്യനിലോട്ട് തന്നെ. എ സ്റ്റേഷനറി ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സ്റ്റേഷനറി ചാർജിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയുമോ മക്കളെ? ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്റ്റേഷനറി ചാർജിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്? ഫാൾസ് ആണ്. മൂവിങ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവിടുന്ന് ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട് മക്കളെ, മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ യൂണിറ്റ് എന്താണ്? അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബിയുടെ യൂണിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ലയാണ്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. വെബർ പെർ എന്താണ്? മീറ്റർ സ്ക്വയർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ വെബർ എന്ന് പറയുന്നത്? ഫ്ലെക്സിൻ്റെ യൂണിറ്റ് ആണ്, മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് വിശദമായി നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഇപ്പോൾ നിങ്ങൾ ടെസ്ല എന്ന് ഓർത്തോളുക. നിക്കോള ടെസ്ലയുടെ ബഹുമാനാർത്ഥം നമ്മൾ കൊടുത്തു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ല. റെഡി അല്ലേടാ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്ത ഒരു റൂളിലോട്ട് പോകാം. റൈറ്റ് ഹാൻഡ് തമ്പ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ല, ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിലോട്ട് പോകാം. എന്താണ് ഈ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് തരുന്നത് മക്കളെ? ഒരു മൂവിങ് ചാർജ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമാണ് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഇടത്തെ കൈയിലെ 3 വിരലുകളെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കുക. ഇവിടെ തമ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷനും, അതേപോലെ തന്നെ നമുക്കറിയാം ചൂണ്ടുവിരൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിൻ്റെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണെങ്കിൽ സെൻട്രൽ ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ് ചെയ്യുന്ന കറണ്ട് ഡയറക്ഷനാണ്. ഇതിനെ ഓർത്തിരിക്കാൻ അച്ഛനെയും അമ്മേനെയും കുട്ടീനെയും ഓർത്താൽ മതി. ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ. ഫാദർ F ഫോർ ഫോഴ്സ്, മദർ M ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ചിൽഡ്രൻ C ഫോർ എന്താണ് മക്കളെ? കറണ്ടാണ്. റെഡി അല്ലേടാ മക്കളെ? അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളുടെ കൈവിരലിൽ ഏറ്റവും തലമൂത്ത അപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരലാണ്. അത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. തള്ളവിരലാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, തലമൂത്തപ്പൻ ഫോഴ്സ്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? നമ്മുടെ ചൂണ്ടുവിരലാണ്, 4 ഫിംഗർ ആണ്. F4 എന്താണ്? ഫീൽഡാണ്. ഇനി സെൻട്രൽ ഫിംഗർ C4 എന്താണ്? കറണ്ടാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു മക്കളെ. എങ്കിൽ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. എങ്ങനെ മക്കളെ എൻ്റർ ചെയ്യണം? പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുകയാണ്. സ്വാഭാവികമാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പാത്ത് എന്തായിരിക്കും എന്നാണ് നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത്. മക്കളെ, ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്, നിങ്ങൾ ഇപ്പോൾ ഇതാണ് ചാർജ്, ഈ ചാർജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ എന്തിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നു? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കിട്ടും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇൻ ടു ദി പ്ലെയിൻ ആണ്. അതേപോലെ തന്നെ ചാർജ് മുകളിലോട്ടാണ് പോകുന്നത്. ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇൻ ദിസ് ഡയറക്ഷൻ. അതായത് ഫോഴ്സ് ഈ ഡയറക്ഷനാണ്. അങ്ങനെ ചാർജ് കറങ്ങി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് കിട്ടും. ഇത് പിന്നെയും കറങ്ങി ഇവിടെയും നിങ്ങൾ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. ഇവിടെയും അപ്ലൈ ചെയ്യുക. വെലോസിറ്റി ഇങ്ങോട്ടേക്കായിരിക്കും. ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട്. അതായത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്കറിയാം ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ സെൻട്രലോട്ടാണ്. സെൻട്രൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും സെൻട്രലിലോട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും മക്കളെ? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചു നോക്കുക. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ
ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും മക്കളെ? റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെ എൻ്റർ ചെയ്യണം? ചാർജ് എൻ്ററിങ് ഇൻ ടു എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്താൽ റൊട്ടേറ്റ് ചെയ്യും. അടുത്തത് ഇങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കാണത്തില്ലേടാ? ആ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഒന്ന് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. ഈ ഒരു ഡെറിവേഷൻ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ഈ ചാപ്റ്ററിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിലീറ്റഡ് ആണ്. അത് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കാനില്ല. അപ്പോൾ അതുള്ളപ്പോൾ എപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യനാണ് സൈക്ലോട്രോണിൻ്റെ ഫ്രീക്വൻസി, സൈക്ലോട്രോണിൻ്റെ കൈനറ്റിക് എനർജി, സൈക്ലോട്രോണിൻ്റെ സ്പീഡ്, ടൈം പീരീഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. അതിന് പകരം ഇപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഒരു ചാർജ് പാർട്ടിക്കൽ പെർപെൻഡിക്കുലർ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് എന്താണ്, അതിൻ്റെ ടൈം പീരീഡ് എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ മതി. സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? വട്ടം കറങ്ങാൻ റൊട്ടേറ്റ് ചെയ്യാൻ ആരാടാ മോനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? അത് മറ്റാരുമല്ല, മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ആണ്. ചാർജ് പാർട്ടിക്കൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുമ്പോൾ അതിനൊരു ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതും. എന്തെഴുതും മക്കളെ? ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ദ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്താണ് മക്കളെ? എന്താണ് എൻ്റെ പൊന്നുമക്കളെ? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇക്വേഷൻ. ഒരു ചാർജ് പാർട്ടിക്കൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ആ ചാർജ് പാർട്ടിക്കൽ കറങ്ങുന്ന സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് r ആണ്. ആ ചാർജ് പാർട്ടിക്കലിൻ്റെ മാസ് m ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം mv²r. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²r. റെഡിയാടാ മക്കളെ? എന്താണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്? അത് QVB sin θ ആണ്. ഇവിടെ θ 90 ഡിഗ്രി ആണ്, കാരണം പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. sin 91 ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം QVB മാത്രം എഴുതിയാൽ മതി. അവിടെ sin θയുടെ കാര്യമില്ല, വെട്ടിക്കളയുക VMBയും. ഇവിടെ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാം. എന്തായിരിക്കും മക്കളെ? QBR/m. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്ന് പ്രോബ്ലം ചോദിക്കാം. ഈ ഡെറിവേഷൻ 2 മാർക്കിന് ചോദിക്കാം. നിസ്സാരമായ 2 മാർക്ക് ഇതാ നമ്മുടെ കൈ. നിസ്സാരമായ 2 മാർക്കല്ല, 2 മാർക്ക് നിസ്സാരമായി നമ്മുടെ കയ്യിലിരുന്നു. റെഡി അല്ലേടാ? എങ്കിൽ അടുത്തത് കൈനറ്റിക് എനർജി. ആഹാ, അടിപൊളി. എന്താ മക്കളെ കൈനറ്റിക് എനർജി ഇക്വേഷൻ? അതങ്ങ് എഴുതി കൊടുക്കുക. കൈനറ്റിക് എനർജി ബാക്കി നമുക്ക് വരും ½ mv². അയ്യോ സാറേ, വെലോസിറ്റിയോ? തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m QBR/m. ഇപ്പോൾ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m Q², B² R²/m². ദെൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ മക്കളെ കൊന്നുകളയടാ. ആരെയൊക്കെ വെട്ടിക്കളയാം നമുക്ക്? എമ്മും m² വെട്ടിക്കളയാം. പിന്നെ എന്താ ഉള്ളത്? Q², B² R². Q², B² R² ഡിവൈഡഡ് ബൈ m. This is the expression for kinetic energy of the charged particle entering perpendicular to an external magnetic field. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇതാ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു. ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡും അതേപോലെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാലോ? ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വളരെ നിസ്സാരമാണ്. ടൈമും ഡിസ്റ്റൻസും സ്പീഡും നമ്മുടെ റിലേഷൻ അറിയണം. ടൈം ഈസ് ഈക്വൽ ടു നിങ്ങൾ പറ മക്കളെ, ടൈം ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു എന്താണ് മക്കളെ? പറ. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്താണ് മക്കളെ? സ്പീഡാണ്. ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കുന്നു, ഒരു പാർട്ടിക്കിൾ ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും മക്കളെ? കണ്ണും പൂട്ടി പറയാം. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? അത് കവർ ചെയ്യുന്ന ഒരു ഫുൾ റൊട്ടേഷനിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2πr ആണ്. സംശയമുണ്ടോ? ഒരു സംശയത്തിനും ഇടപെടേണ്ട കാര്യമില്ല. ഡിസ്റ്റൻസ് നമുക്കറിയാം 2πr ആണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2πr. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2πr. ഇനി സ്പീഡ്, സ്പീഡ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്താ കിട്ടിയത്? QBR/m. ഇട്ട് കൊടുത്താൽ ആൻസറായി. ദെൻ ടൈം പീരീഡ് ഈസ്
ടൈം പീരീഡിനെ നമുക്ക് ടൈമിനെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടൈമാണ് ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ്. ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടി ഈസ് ഈക്വൽ ടു മക്കളെ കിട്ടിക്കഴിഞ്ഞു. ടി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എന്താണ് 2πr ഡിവൈഡഡ് ബൈ QBR ബൈ എം. 6 വെട്ടിക്കളഞ്ഞാൽ ഇതാ കിട്ടിയിരിക്കുന്നു ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡ് ബൈ QB. 2πm ഡിവൈഡഡ് ബൈ QB. 2πm ഡിവൈഡ് ബൈ QB. ഈ ഇക്വേഷൻ വളരെ വ്യക്തമാണ്. ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓൺലി ഡിപ്പെൻഡ് മാസ് ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ, then magnitude of the charge and magnetic field induction. ഓക്കെ, റെഡി അല്ലടാ മക്കളെ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫ്രീക്വൻസി കൂടെ കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നു QB ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ? 2πm. QB ഡിവൈഡഡ് ബൈ 2πm ഈസ് എ ഫൈനൽ ആൻസർ. ടൈം പീരീഡ് കണ്ടുപിടിച്ചു, ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, അതേപോലെ വെലോസിറ്റിയും കണ്ടുപിടിച്ചു. ഇവിടെ നിന്നും ഈ 4 ആൾക്കാരെയാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതൽ. എങ്കിൽ ഇതാ നമ്മളൊരു ക്വസ്റ്റ്യനിലോട്ട് കടന്നിരിക്കുകയാണ്. A charged particle is entering a magnetic field normally perpendicular ചെയ്യുന്നു. വാട്ട് ഈസ് എ പാത്ത് ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ? എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും? സിമ്പിൾ, സർക്കുലാർ പാത്ത്. ദെൻ അടുത്തത്, is there is any change in kinetic energy of the particle? ചാർജ് പാർട്ടിക്കിൾ കൈനറ്റിക് എനർജിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർ ഈസ് നോ ചേഞ്ച്, ബിക്കോസ് v വെലോസിറ്റിയിലാണ് ഒരു ചാർജ് പാർട്ടിക്കിൾ വരുന്നതെങ്കിൽ അതേ വെലോസിറ്റിയിൽ തന്നെയാണ് അവൻ വട്ടം കറങ്ങുന്നത്. അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. കൈനറ്റിക് എനർജിക്ക് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എടാ, ഇപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു 30 മീറ്റർ/സെക്കൻഡിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതേ 30 മീറ്റർ/സെക്കൻഡിൽ അവൻ എന്ത് ചെയ്യും? വട്ടം കറങ്ങും. കാരണം നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്, മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ആ ചാർജിന് സ്പീഡ് കൂട്ടത്തില്ല, സ്പീഡ് കുറക്കത്തില്ല. ഓൺലി പ്രൊവൈഡ് ദി സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രലോട്ട് പിടിച്ച് വലിക്കത്തേ ഉള്ളൂ. അതിൻ്റെ സ്പീഡിന് മാറ്റമൊന്നുമില്ല. അപ്പം നമുക്ക് പറയാം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ദർ ഇസ് എനി ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി? നോ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി ബിക്കോസ് ദ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് പ്രൊവൈഡ് only centripetal force. റെഡിയാണോ മക്കളെ? മനസ്സിലായോടാ? അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അത് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എന്തില്ല, വർക്ക് ചെയ്യില്ല. വർക്ക് ഡൺ 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അടുത്ത്, പ്രൂവ് ദാറ്റ് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല പറഞ്ഞിരിക്കുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് എന്താണ്? ഇറ്റ്സ് വെലോസിറ്റി. QB ഡിവൈഡ് ബൈ 2πm. മാസിനെയും ചാർജിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും മാത്രമാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യും. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മക്കൾക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അത് നമ്മൾ ആ ഡെറിവേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ അതേപോലെ എഴുതി വച്ചിരിക്കുന്നു. അടിപൊളി അല്ലേ? അടിപൊളി. എങ്കിൽ ഞാൻ നിങ്ങളോട് അടുത്ത ഒരു സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഒരു ചാർജ് പാർട്ടിക്കിൾ ഇപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ എൻ്റർ ചെയ്തല്ലേ, ഇനി നേരെ എൻ്റർ ചെയ്താലോ? മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലോ? മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ പാത്തിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? ഫോഴ്സ് 0 ആണ്. QB സൈൻ തീറ്റ മൊട്ടയാണ്. തീറ്റ മൊട്ടയാണെങ്കിൽ ഫോഴ്സ് 0 ആണ്. ഫോഴ്സ് 0 ആണെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് പാത്ത്. അപ്പോൾ അതേപോലെ മുന്നോട്ട് പോകും, സ്ട്രെയിറ്റ് ലൈനായിട്ട് മുന്നോട്ട് പോകും. പെർപെൻഡിക്കുലർ ആണെങ്കിലോ വട്ടം കറങ്ങും. ഇനി അതൊന്നും അല്ല, സ്ട്രെയിറ്റ് ആയിട്ടും വരുന്നില്ല, പെർപെൻഡിക്കുലർ ആയിട്ടും വരുന്നില്ല. പകരം ഇവനിങ്ങനെ ചരിഞ്ഞു വന്നാലോ? നിങ്ങളൊന്ന് കോമൺ സെൻസ്. നേരെ വന്നാൽ നേരെ തന്നെ പോകും. പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ വട്ടം കറങ്ങും. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വന്നാൽ കോമൺ സെൻസ് നമ്മൾ ഈ ഒരു വെക്ടറിനെ 2 ആയിട്ട് റിസോൾവ് ചെയ്യും. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഒരു കമ്പോണൻറ്റ് പാരലായിട്ട് വരും. ഇത് ഈ ചാർജ് പാർട്ടിക്കിളിനെ മുന്നോട്ടേക്ക് നീക്കാൻ സഹായിക്കും. ഇനി പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൽ ഒരെണ്ണം പെർപെൻഡിക്കുലർ അല്ലടാ, ഇതെന്ത് ചെയ്യും? ഇവനെ വട്ടം കറക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇങ്ങനെ ഒരു തീറ്റ ആംഗിൾ എൻ്റർ ചെയ്യുന്നതെങ്കിലോ ഇവൻ എന്ത് ചെയ്യുന്നറിയാവോടാ? ഇവൻ്റെ ഒരു കമ്പോണ്ട് പെർപെൻഡിക്കുലർ കമ്പോണ്ട് ഇവനെ വട്ടം കറക്കും.
പാരലൽ കമ്പോണന്റ് ഇവനെ മുന്നോട്ട് നീക്കും. അതായത് വട്ടം കറങ്ങി മുന്നോട്ട് നീങ്ങും. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു തീറ്റ ആംഗിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 2 കമ്പോണൻ്റ് ആക്കി മാറ്റാം. ഒരു കമ്പോണൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ അതേ ഡയറക്ഷൻ, ഒരു കമ്പോണൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. പെർപെൻഡിക്കുലർ ആയിട്ട് കമ്പോണൻറ്റ് ഇവനെ വട്ടം കറക്കും. ഈ പാരലൽ കമ്പോണൻറ്റ് മുന്നോട്ട് നീക്കും. അതായത് വട്ടം കറങ്ങി എന്ത് ചെയ്യും മക്കളെ? മുന്നോട്ട് നീങ്ങും. അതാണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു തീറ്റ ആംഗിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പാത്ത് ഹെലിക്കൽ പാത്താണ്. ഹെലിക്കൽ മോഷനാണ് അത് എന്ത് ചെയ്യുന്നത് കാണിക്കുക. ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ മോഷൻ പോലെ. ഹെലിക്കൽ സ്പ്രിങ് എടുത്തിട്ടില്ലടാ. റെഡിയല്ലടാ മക്കളെ. ഇനി ഇവിടെ മറ്റൊരു സംഗതിയാണ് പിച്ച്. എന്താണ് പിച്ച് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താണ് തീറ്റ ആംഗിൾ അല്ലേ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ തന്നെ നിന്നേനെ. പക്ഷെ നമുക്കറിയാം ഒരു തീറ്റ ആംഗിൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വട്ടം കറങ്ങുന്ന കൂട്ടത്തിൽ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് സഞ്ചരിച്ച ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിച്ച് എന്ന് വിളിക്കുന്നത്. ഇതാണ് പിച്ച്. ആരെങ്കിലും പിച്ചാനാണോ? അല്ല. കണ്ടോ ഒരു പ്രാവശ്യം ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങി, കറങ്ങി ആ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എന്തുമാത്രം ഡിസ്റ്റൻസ് മുന്നോട്ട് നീങ്ങി. ദിസ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് പിച്ച്. നമ്മുടെ ഈ ഒരു സ്ക്രൂ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? സ്ക്രൂവിനകത്ത് കുറേ വട്ടം പോലത്തെ സാധനം ഉണ്ടല്ലോ. ആ 2 വട്ടം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ പിച്ച് എന്ന് പറയുന്നത്. പിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? പിച്ച് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഡിസ്റ്റൻസ് അല്ലേടാ, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ നമുക്കറിയാം. എന്താണ് വെലോസിറ്റിൻ്റെ ടൈമാണ്. എന്ത് വെലോസിറ്റിയാണ് ഇവിടെ? അപ്പോൾ പിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റിൻ്റെ ടൈമാണ്. വെലോസിറ്റി എന്താ? വെലോസിറ്റി നമുക്കറിയാവുന്നതാണ്. ഏത് വെലോസിറ്റിയാണ്? ഇതാണ് വെലോസിറ്റി അല്ലേ? ഇതല്ലേടാ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ വി പാരലൽ ഇൻറ്റു ടൈം പീരീഡ് നമുക്കറിയാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ് 2πm ഡിവൈഡ് ബൈ QB. 2πm ഡിവൈഡ് ബൈ QB. ഇതാണ് മക്കളെ പിച്ച്. റെഡി അല്ലേടാ? മനസ്സിലായോടാ? ഓക്കെ, റെഡി. എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ദ ട്രജക്ടറി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ്. അതിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആണ് എൻ്റർ ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആണോ? ഒന്നും നോക്കണ്ട, സർക്കിൾ ആയിരിക്കും. പാരലാണോ? ഒന്നും നോക്കണ്ട, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഒരു തീറ്റ ആംഗിൾ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതൊരു ഹെലിക്കൽ പാത്തിലൂടെ ഹെലിക്സ് ആയിരിക്കും അതിൻ്റെ ട്രജക്ടറി എന്ന് പറയുന്നത്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലടാ മക്കളെ? നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് എന്ത് ചെയ്യാം? കടക്കാം. റെഡി മക്കളെ? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. മറ്റൊന്നുമല്ല, നമ്മുടെ ബയോട്ട് സവാർട്ട് ലോ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന ബയോട്ട് സവാർട്ട് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞ സർക്കുലാർ കോയിലിൻ്റെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അല്ല ഡെറിവേഷനുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കാനുള്ളതാണ്. ഇത് ചോദിക്കുവാണെങ്കിൽ മക്കളെ ഈ 2 കാര്യങ്ങൾ നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്താണ് ബയോട്ട് സവാർട്ട് ലോ നമ്മളോട് പറയുന്നത്? മക്കളെ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ കണ്ടക്ടർ നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അതിന് ചുറ്റും. ആ കണ്ടക്ടറിൽ ഒരു ചെറിയ ലെങ്ത് എടുത്തു, DL. ഈ DL എന്ന് പറയുന്ന ലെങ്ത്, ഈ P എന്ന് പറയുന്ന പോയിന്റ്, അത് DL-ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന R ആണ്. അത് DL-ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് ബയോട്ട് സവാർട്ട് നമ്മളോട് പറഞ്ഞത്. ബയോട്ട് സവാർട്ട് നമ്മളോട് എന്താണ് പറഞ്ഞത്? ആ P എന്ന് പറയുന്ന പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദി സ്മാൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതെന്താണ് മക്കളെ? DB ആണെങ്കിൽ, അതായത് ആ P എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് പ്രപ്പോർഷനാണ്. കറണ്ട് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതേപോലെ തന്നെ ആ കണ്ടക്ടറിന്റെ ലെങ്തിന് പ്രപ്പോർഷനാണ്. ചെറിയ കണ്ടക്ടർ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയാൽ വലിയ കണ്ടക്ടർ വലിയ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ സൈൻ തീറ്റയ്ക്ക് പ്രപ്പോർഷനാണ്. ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സൈൻ തീറ്റയ്ക്ക് പ്രപ്പോർഷനാണ്. സൈൻ 90 വന്നാൽ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ്, സൈൻ 0 വന്നാൽ 0 മാഗ്നറ്റിക് ഫീൽഡ്. ഒരാളെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ DL ആൻഡ് ദി പോയിന്റ് P. നമുക്ക് ഇവന്മാരെ ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: DB ഈസ് പ്രപ്പോർഷണൽ ടു ഐഡിയൽ. എൻ്റെ ക്ലാസ്സിലെ ഒരു ഐഡിയൽ കുട്ടി ഉണ്ടായിരുന്നു, അവന് തീറ്റക്കാരനായിരുന്നു സൈൻ തീറ്റ, ഡിവൈഡഡ് ബൈ R².
പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി മക്കളെ, മുത്തുമണികളെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ആ കോൺസ്റ്റൻ്റ് ആണ് μ0/4π. ബാക്കി എഴുതുക, ഐഡിയൽ സൈൻ തീറ്റ ബൈ r². എന്താണ് എൻ്റെ പൊന്നുമക്കളെ ഈ μ0 എന്ന് പറയുന്നത്? μ0 മറ്റാരുമല്ല, μ0 ഈസ് ദ പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ്. അവിടെ നമ്മൾ പെർമിറ്റിവിറ്റി പഠിച്ചു, ഇവിടെ നമ്മൾ പെർമിയബിലിറ്റി പഠിച്ചു അല്ലേ? മാഗ്നറ്റിക് കടത്തി വിടാനുള്ള ഒരു മീഡിയത്തിൻ്റെ കഴിവാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ആ μ0യുടെ വാല്യൂ 4π × 10⁻⁷ ആണ്. -7 ടെസ്ല മീറ്റർ പെർ ആംപിയർ. അടിപൊളി അല്ലേടാ മക്കളെ? എങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അതിനുമ്പ് ഒരു വെക്ടർ ഫോം ഉണ്ട്. ഇതിൻ്റെ വെക്ടർ ഫോം വളരെ സിമ്പിളാണ്. വെക്ടർ ഫോം എന്ന് പറയുന്നത് നമുക്കറിയാം, dB = നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. എന്താണ് മക്കളെ കിട്ടിയത്? dB = μ0/4π I dl. ഞാൻ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ r² r³ പിന്നെ സൈൻ തീറ്റ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്? dl-ഉം r-ഉം സൈൻ തീറ്റ ആയി. നമ്മൾ വെക്ടർ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്കിതിന് ഇങ്ങനെ എഴുതാം, ഇൻ വെക്ടർ ഫോം μ0/4π I, അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ dl × r എന്നെല്ലാം. r നമുക്ക് വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. വെക്ടർ r പൊസിഷൻ വെക്ടർ r. ഓക്കെ, അപ്പോൾ നമുക്ക് dl × r ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ? r³ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ വെക്ടർ ഫോം. എന്തിൻ്റെയാണ്? ബയോട്ട്-സവാർട്ട് ലോയുടെ വെക്ടർ ഫോം. ഇനിയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതാ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. B = μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ എന്താണ്? r². പിന്നീട് എക്സാമിൽ നമ്മൾ ചോദിച്ചാണ് ഗീവ് ദ വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോട്ട്-സവാർട്ട് ലോ ആൻഡ് കൂളംസ് ലോ. ബയോട്ട്-സവാർട്ട് ലോ എന്ന് പറയുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, നമ്മുടെ കൂളംസ് ലോ പറയുന്നത് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. അവിടെ ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, ഇവിടെ നമ്മുടെ കറണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. രണ്ടുപേരും ഇൻവേഴ്സ് സ്ക്വയറിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ μ0/4, ഇവിടെ μ0/4π ആണെങ്കിൽ അവിടെ 1/4π എന്താണ് മക്കളെ? ε0 ആണ്. ഓക്കെ അല്ലേടാ? റെഡി അല്ലേ? യെസ്. എങ്കിൽ ഇത് വൺ ഡിഫറൻസ്, എങ്കിൽ ഒരു ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെച്ചാൽ മാത്രം മതിയാകും. എങ്കിൽ നമുക്ക് ഒന്നും നോക്കാനില്ല, അടുത്തിലോട്ട് പോകാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സർക്കുലാർ കറണ്ട് ക്യാരിയിങ് കോയിൽ അതിൻ്റെ ആക്സിയൽ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെറിവേഷൻ, അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന മുത്തുമണിയായിട്ടുള്ള ഡെറിവേഷനാണ് മക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ആദ്യം നമ്മുടെ കയ്യിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു സർക്കുലാർ കോയിലാണ്. ആ സർക്കുലാർ കോയിലിൻ്റെ റേഡിയസ് ആണ് എ, അതിൻ്റെ സെൻറ്റർ ആണ് ഒ എന്ന് പറയുന്നത്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഐ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെൻറ്ററിൽ നിന്നുള്ള ഈ പെർപെൻഡിക്കുലറായിട്ട് പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്ന ഇതിനെയാണ് നമ്മൾ ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് ദി സർക്കുലാർ കോയിൽ എന്ന് പറയുന്നത്. ഈ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആക്സിസിലൊരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഈ ഡെറിവേഷൻ ചെയ്യുന്നത് ഈ മുകളിലത്തെ ഡി എല്ലും താഴത്തെ ഡി എല്ലും ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്നത്. മുകളിലൊരു ചെറിയ എലമെൻ്റ് എടുത്തു ഡി എല്, താഴെയും അതേ ചെറിയ എലമെൻ്റ് എടുത്തു ഡി എല്. ഇത് രണ്ടുപേരും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഇവർ രണ്ടുപേരുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ഒരാൾ ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കുന്നു. ചില കുട്ടികൾ ചോദിക്കും, സാർ ഒരാൾ ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഈ രണ്ടുപേരുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം മനസ്സിലാവും. അതിലെ ഒരു കമ്പോണൻറ്റുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും, ഒരു കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതായത് ഇയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റുമ്പോൾ ഇവിടെ ഒരു കമ്പോണൻറ്റ് വരും, ഇവിടെ ഒരു കമ്പോണൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ ഒരാൾ മാത്രമാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് കമ്പോണൻറ്റ് വെച്ച് പരിപാടി ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെയും വരക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കമ്പോണൻറ്റ്, ഇവിടെ ഒരു കമ്പോണൻറ്റ് വരും. ഈ കമ്പോണൻറ്റ് ക്യാൻസലായി പോകും. അതായത് നിങ്ങൾ എവിടെ ഒരു പോയിന്റ് എടുത്താലും അതിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റിൻ്റെ ആ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റുകൾ തമ്മിൽ എന്തായി പോകും മക്കളെ? ക്യാൻസലായി പോകും. പിന്നെ ഉള്ളി റിമെയിൻസ് എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ആ രീതിയിൽ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ എന്ത് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെ റിസോൾവ് ചെയ്യാൻ പോകുന്നു. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആ മുകളിലത്തെ ഡി എൽ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ വരച്ചിരിക്കുന്നത്. യെസ്, ദിസ് ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ചില കുട്ടികൾക്ക് സംശയമുണ്ട്, സാർ ഇതെങ്ങനെയാണ് അവിടെ വരച്ചത്? ആക്ച്വലി ഈ മുകളിലത്തെ ഡി എൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റ്, ഇതാണ് നമ്മുടെ സർക്കുലാർ കോയിൽ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് നിങ്ങൾ ഇങ്ങനെയാണ് സർക്കുലാർ കോയിൽ കാണുന്നത് അല്ലേ? ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന സർക്കുലാർ കോയിൽ ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ വരച്ചിരിക്കുന്നുണ്ടോ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ വരച്ചത്. കാരണം എന്താണ്?
നമ്മൾ ഇതിനെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്. ഇതാണ് നമ്മുടെ സർക്കുലർ കോയിൽ, ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സർക്കുലർ കോയിൽ. അതായത് നമ്മുടെ ഈ ഒരു എന്താണ് സ്ക്രീനിൻ്റെ അകത്തോട്ട് പോയി പുറത്തോട്ട് വന്ന് ഇങ്ങനെയാണ് 3 ഡയമെൻഷനാണ്. അതിനെയാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഡോട്ടിട്ട് വരച്ചിരിക്കുന്നത് സ്ക്രീനിൻ്റെ അകത്ത്, ഇത് സ്ക്രീനിൻ്റെ പുറത്തോട്ട്. ഇതാണ് ആക്സിയൽ പോയിന്റ്. അപ്പോൾ ഈ DL ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം. തമ്പ് റെപ്രസെൻറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദി കേൾ ഫിംഗർ റെപ്രസെൻറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ വരക്കുമ്പോൾ നമുക്കൊരു സർക്കുലർ ഈ ഒരു DL ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കുമ്പോൾ നമുക്കൊരു സർക്കുലർ ഷേപ്പ് കിട്ടുന്നു. ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും dB1. അതേപോലെ ഈ DL ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇവിടെ ടാൻജൻറ്റ് വരച്ചാൽ ഈ പോയിന്റിലേക്ക് കിട്ടുന്നു dB2. ഇത് വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് അൺനെസസറി ആണ്. വന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടിരിക്കുന്നത്. അത് നെസസറി അല്ല. നമുക്ക് ഈ ഫിഗറാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ വേണം. അപ്പോൾ നിങ്ങളൊന്നുമില്ല, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വര വരച്ചാൽ മതി. ഓക്കെ, ഇതിനെ dB1 എന്ന് വിളിച്ചു. ഇനി അതേപോലെ താഴെ ഒരെണ്ണം വരക്കുന്നു. ഇത് താഴത്തെ ആളുണ്ടാക്കുന്നതാണ്. ഇതിനെ എന്ത് വിളിച്ചു സാറ്? dB2 എന്ന് വിളിച്ചു. നമ്മൾ റിസോൾവ് ചെയ്യുന്നു. റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കമ്പൗണ്ട് ഇങ്ങോട്ട് വരുന്നു, ഒരു കമ്പൗണ്ട് നേരെ മുകളിലോട്ട് പോകുന്നു. ഓക്കെ, ഇത് ആൽഫ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആംഗിൾ 90 മൈനസ് ആൽഫയാണ്. ഇത് 90 മൈനസ് ആൽഫ, ദിസ് ഈസ് ആൽഫ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ. അപ്പോൾ ഇതെന്തായിരിക്കും മക്കളെ? ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് വിളിക്കാം dB1. യെസ്, dB1 സൈൻ ആൽഫ, കോസ് ആൽഫ, dB1 കോസ് ആൽഫ. ഇതെന്തായിരിക്കും മക്കളെ? dB1 സൈൻ ആൽഫ എന്ന് പറയാം, സൈൻ ആൽഫ. ഇതേപോലെ നമ്മൾ dB2നെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 2 കമ്പോണൻറ്റ് കിട്ടുന്നു. ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് തന്നെ പോകുന്നു, ഒരു കമ്പോണൻറ്റ് നേരെ താഴ്ത്തു വരുന്നു, അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ഇവിടെ ആംഗിൾ എടുക്കുക, ഇത് ആൽഫയാണ്. അപ്പോൾ ഇത് dB2 സൈൻ ആൽഫ. ഇതെന്തായിരിക്കും? dB2 കോസ് ആൽഫ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക മക്കളെ, നമ്മൾ അടുത്ത് നോക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് പറയാൻ പോകുന്നത്? ഇവിടെ നമുക്കറിയാം എന്താണ് dB1 dB2 ഞാൻ കണ്ടുപിടിക്കാൻ പോവാണേ. dB1ൻ്റെ മാഗ്നിറ്റ്യൂഡും dB2ൻ്റെ മാഗ്നിറ്റ്യൂഡും. ഞാൻ dB1ൻ്റെ മാഗ്നിറ്റ്യൂഡും dB2ൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു. 2 മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അതെന്താണ്? μ0/4π ബയോട്ട് സവർട്ട് ലോ പ്രകാരം ഐഡിയൽ സൈൻ തീറ്റ 90 ഡിഗ്രിയാണ്. ഈ DL എങ്ങോട്ടേക്കാണ്? അകത്തോട്ടേക്കാണ്. ഈ R എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ DL R തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. 3 ഡയമെൻഷൻ ആണേ. അപ്പോൾ എന്താണ്? ഐഡിയൽ മതി, സൈൻ തീറ്റ വേണ്ട, ഡിവൈഡ് ബൈ എന്താണ്? R². ഇങ്ങനെ എഴുതാം. റെഡി അല്ലേടാ? അപ്പോൾ dB1 dB2 ഈക്വൽ ആയതുകൊണ്ട് തന്നെ കോസ് കമ്പോണൻറ്റുകൾ ക്യാൻസൽ ചെയ്തു പോകും. കാരണം dB1 കോസ് ആൽഫയും dB2 കോസ് ആൽഫയും dB1 dB2 ഈക്വൽ അല്ല മക്കളെ, അവർ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. നമുക്ക് dB' എന്ന് വിളിക്കാം. dB' ഉറപ്പാണ്. dB' കോസ് ആൽഫ, dB' കോസ് ആൽഫ ക്യാൻസൽ ചെയ്തു. പിന്നെ only remains dB' സൈൻ ആൽഫ. അപ്പോൾ നമുക്ക് പറയാം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ two element is equal to 2 dB' sin alpha. 2 dB'. ഒരാൾ ഉണ്ടാക്കുന്ന dB' sin alpha, രണ്ടുപേരും ഉണ്ടാക്കുന്ന 2 dB' sin alpha. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ one element. ഓരോ എലമെന്റ് ഉണ്ടാക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഞാൻ അതിനെ dB എന്ന് വിളിച്ചു. ഒരു എലമെന്റ് ഉണ്ടാക്കുന്ന dB എന്ന് വിളിച്ചു. അപ്പോൾ dB എന്തായിരിക്കും? dB' sin alpha ആയിരിക്കും. ഓരോ എലമെന്റ് ഉണ്ടാക്കുന്ന dB' sin alpha. ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി എന്ത് ചെയ്യാം? ടോട്ടൽ കണ്ടുപിടിക്കാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കതിനെ B എന്ന് വിളിക്കാം. അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്താണ് മക്കളെ? dB' sin alpha. ഇനി വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. dB' വാല്യൂ നമുക്കറിയാം μ0 ഐഡിയൽ ഡിവൈഡഡ് ബൈ R². സൈൻ ആൽഫയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. സൈൻ ആൽഫ ഓപ്പോസിറ്റ് ബൈ എന്താണ്? ഹൈപ്പോട്ടസ് ആണ്, A/R ആണ്. ഇവിടുന്ന് കോൺസ്റ്റൻ്റ് ഒക്കെ നമ്മൾ പുറത്തെടുക്കുന്നു. μ0 കോൺസ്റ്റൻ്റ് ആണ്, I കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ ആരാണ്? A കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ R³ എന്ന് ഇവിടെ എഴുതാം. ഇൻറ്റഗ്രൽ DL എന്താണ്? ചെറിയ ലെങ്ത് ആണ്. ഇൻറ്റഗ്രൽ DL എന്തായിരിക്കും? സർക്കംഫറൻസ് ആയിരിക്കും അല്ലേ? ചെറിയ DL അല്ലേ?
സർക്കിളിൻ്റെ ചെറിയൊരു പോർഷൻ അല്ലേ. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റഗ്രേഷൻ്റെ ടോട്ടൽ ആണല്ലേ, സമ്മേഷൻ ആണല്ലേ. അപ്പോൾ ചെറിയ കുറേ ലെങ്തിനെ അടുക്കി വെക്കുമ്പോഴാണ് സർക്കിൾ കിട്ടുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എൽ 2π ആറിന് പകരം ഇവിടെ എന്താണ് മക്കളെ? റേഡിയസ് എ ആയതുകൊണ്ട് 2πa. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ബി ഇസ് ഈക്വൽ ടു മ്യൂ0 I a 2πa എന്ന് എഴുതാം. ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞു 2πa, ഇൻറ്റഗ്രേഷൻ 2πa എന്ന് കിട്ടി കേട്ടോ. ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? ഇവിടെ ഒരു 4π ഉണ്ട്, μ0/4π ഉണ്ട്, എഴുതാൻ വിട്ടുപോയതാണ്. μ0/4π ഐഡിയൽ ബൈ r സ്ക്വയർ ആണേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു 4π ഉണ്ട്, ഡിവൈഡഡ് ബൈ ഒരു r³ ഉണ്ട്, r³. ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നു. ആറിന് പകരം ഈ ഒരു ട്രയാങ്കിളിനകത്ത്, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ പെയിൻ്റ് അടിക്കാം. ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ മക്കളെ? ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഞാൻ ആറിനെ കണ്ടുപിടിക്കുന്നു. ആർ എന്തായിരിക്കും നോക്കിയൊന്ന്? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് മക്കളെ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എന്താണ്? എക്സ് സ്ക്വയർ അല്ലേ. എ സ്ക്വയർ പ്ലസ് എന്താണ്? എക്സ് സ്ക്വയർ. റൂട്ട് എന്ന് വെച്ചാൽ ഹോൾ റൈസ് 1/2. ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആൻസറായി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? പയ്യും വെട്ടിക്കളയാം. പയ്യും നമുക്ക് വെട്ടിക്കളയാം. 2ഉം 4ഉം വെട്ടിക്കളയാം. നമുക്ക് 2 എന്ന് കിട്ടി. എയും എ സ്ക്വയർ ആയി. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. ബി ഇസ് ഈക്വൽ ടു μ0 IA സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 പയ്യും പോയിട്ട് 2 കിട്ടി. അവിടെ r³ പകരം എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 ഹോൾ റൈസ് ടു 3 ഹോൾ റൈസ് ടു 3/2 എന്നിടാം. അടിപൊളിയായിട്ട് നമുക്ക് ആ ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. സെറ്റപ്പായിട്ട് നമ്മൾ ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഡെറിവേഷൻ. ഇനി ഇഫ് ദെയർ ആർ n നമ്പർ ഓഫ് ടേൺസ്, അടുത്തത് ഇഫ് ദെയർ ആർ n നമ്പർ ഓഫ് ടേൺസ്. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ വരും മക്കൾ എന്ന് പറയടാ. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ബി ഇസ് ഈക്വൽ ടു μ0 NIA സ്ക്വയർ n കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ഡിവൈഡ് ബൈ 2 a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് എന്ത് വരും മക്കളെ? 3/2. ഇഫ് ദെയർ ആർ n നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ വരും നമുക്ക്. റെഡി അല്ലേടാ? എല്ലാവർക്കും മനസ്സിലായില്ലേടാ? സിമ്പിൾ ഡെറിവേഷൻ 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സിമ്പിൾ ഡെറിവേഷൻ ആണിത്. ഇനി അടുത്ത് അറ്റ് സെൻറ്ററിലാണെങ്കിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്? നമുക്കറിയാം അറ്റ് സെൻറ്റർ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണല്ലേ. സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എക്സ് ആണ് ഡിസ്റ്റൻസ്. സെൻറ്ററിലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൊട്ടയായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു μ0 NIA സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 0 ആവും. അപ്പോൾ എ സ്ക്വയർ ദ ഹോൾ റൈസ് 3/2 a³ എന്ന് വരും. ഇതും വെട്ടിക്കളഞ്ഞാൽ എ എന്ന് വരും. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു μ0 NI ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? 2i. ഇതാണ് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ വയറിൻ്റെ സെൻറ്റർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. മക്കളെ ഒരു ഫുൾ സർക്കിൾ ഇല്ല. എന്താണ്? 3/4 സർക്കിൾ മാത്രമേ ഉള്ളൂ. 3/4 സർക്കിൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് പറയാം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണോ അതിൻ്റെ 3/4 ആയിരിക്കും. 3/4 ടൈംസ് ഓഫ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ അല്ലേ. ഒരു ഫുൾ സർക്കിൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെൻറ്ററിലെ BC എന്ന് പറയുന്ന ഒരു ഫുൾ സർക്കിളൊക്കെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൻ്റെ 3/4 ആയിരിക്കും. കാരണം 90 ഡിഗ്രി പോയി. ബാക്കി എത്രയാണ്? 270 ആണ്. 360 ആണ് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു സർക്കിളിൻ്റെ. അപ്പോൾ നമുക്ക് എഴുതാം 3/4 μ0 n ഇവിടെ 1 ആണ് കേട്ടോ. n ഈസ് ഈക്വൽ ടു 1 ആണ്. μ0 I ഡിവൈഡഡ് ബൈ എന്ത് വരും മക്കളെ? 2 എന്ന് വരും. μ0 I ഡിവൈഡ് ബൈ എന്താണ്? 2 എന്ന് വരും. ഇതിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I ഉണ്ട്, A ഉണ്ട്. μ0യുടെ വാല്യൂ നമുക്കറിയാം 4π × 10⁻⁷ ആണ്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ എന്ത് കിട്ടും? നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അത് ടെസ്ലയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. റെഡി? അടുത്തത് ആംപീരിയൻ സർക്യൂട്ടൽ തിയറം എന്താണെന്ന് നോക്കാം. എന്താണ് ആംപീരിയൻ സർക്യൂട്ട് തിയറം? ഗോസസ് തിയറം അറിയാവുന്ന ഒരാൾക്ക് ആംപീരിയൻ സർക്കിൾ തിയറം കണക്ട് ചെയ്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ് ആംപീരിയൻ സർക്കിൾ തിയറം നമ്മൾ പറയുന്നത്? വളരെ സിമ്പിളാണ് മക്കൾ. നോക്കണം. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്. P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഒരു ആംപീരിയൻ ലൂപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്ത് കൺസിഡർ ചെയ്യുക? ഒരു ആംപീരിയൻ ലൂപ്പ്. എന്ത് ലൂപ്പാണ്? ആംപീരിയൻ ലൂപ്പ്.
ആ അമ്പീരിയൻ ലൂപ്പിനകത്ത് ചെറിയൊരു ലെങ്ത് ആണ് ഡി എൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൂപ്പിലുള്ള നമുക്കറിയാം ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ടാക്കുന്നുണ്ട്? മാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആംപീരിയൻ സർക്യൂട്ട് തിയറം പറയുന്നത് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നെറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത്, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നെറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത്, ആ പാത്തിലൂടെയുള്ള ടോട്ടൽ മാഗ്നെറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഐ എൻക്ലോസ്ഡ് ബൈ ദി ലൂപ്പ്. ഈ ഒരു ലൂപ്പിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ടിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ആംപീരിയൻ സർക്യൂട്ടൽ തിയറം പറയുന്നത്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നെറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി ലൂപ്പ്. ആ ലൂപ്പിനകത്ത് എൻക്ലോസ് ചെയ്ത കറണ്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതേ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കടാ. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടല്ലേ. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിൽ പാസ് ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? ഐ എന്ന് വിളിക്കാം. ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇതാ നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് പേരെന്താണ്? ആംപീരിയൻ ലൂപ്പ് എന്നാണ് എൻ്റെ പേര്. ഒരു ആംപീരിയൻ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? കൺസിഡർ ചെയ്യുന്നു. ഒരു ആംപീരിയൻ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. റെഡി അല്ലേടാ? ആംപീരിയൻ ലൂപ്പിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആ പിയിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ആർ എന്ന് വിളിക്കാം. ആർ. ഈ ആംപീരിയൻ ലൂപ്പിലെ ചെറിയൊരു ലെങ്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ചെറിയൊരു ലെങ്തിനെ നമുക്ക് ഡി എൽ എന്ന് വിളിക്കാം. ഓക്കെ ആണോ മക്കളെ? ഡി എൽ എന്ന് വിളിക്കാം. നമുക്കറിയാം മാഗ്നെറ്റിക് ഫീൽഡ് ഇതിൻ്റെ അകത്തൂടെ തന്നെയാണ് പോകുന്നത്. മാഗ്നെറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിപ്പോവാണല്ലേ. മാഗ്നെറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ആംപീരിയൻ ലൂപ്പിലൂടെ തന്നെ ആയിരിക്കും മാഗ്നെറ്റിക് ഫീൽഡ് പോകുന്നത്. ബിക്കോസ് നമുക്കറിയാം ആംപീരിയൻ സർക്യൂട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് ഒരു റൂൾ അനുസരിച്ച് കറണ്ട് മുകളിലോട്ടാണെങ്കിൽ കേൾ ഫിംഗർ റെപ്രസെൻ്റ് മാഗ്നെറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ മാഗ്നെറ്റിക് ഫീൽഡ് വട്ടം കറങ്ങും. മാഗ്നെറ്റിക് ഫീൽഡും ഡി എൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 0 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ആംപീരിയൻ സർക്യൂട്ട് എന്താണ് പറയുന്നത്? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നെറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു എന്താണ്? ഐ എൻക്ലോസ്ഡ് ആണ്. ഇതാണ് ഇക്വേഷൻ. ഇനി ബി ഡോട്ട് ഡി എൽ നമുക്കറിയാം. ഡി എല്ലും മാഗ്നെറ്റിക് ഫീൽഡും ലെങ്ത് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? മാഗ്നെറ്റിക് ഫീൽഡ് ലെങ്ത് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ 0 ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആണ്. ബീനെ നമ്മൾ പുറത്തെടുത്തു, ഡി എല്ലിനകത്ത് നിർത്തി. ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്. ബ്രാക്കറ്റിൽ എഴുതുക. തീറ്റ ഇസ് ഈക്വൽ എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഇനി ഇൻറ്റഗ്രൽ ഡി എൽ നിങ്ങൾ പറയാം. ഇൻറ്റഗ്രൽ ഡി എൽ എന്തായിരിക്കും? ഈ ഒരു ചെറിയ ലെങ്തിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ടോട്ടൽ ലെങ്ത്. അത് 2πr ആണ്. 2πr. ഓക്കെ, ദെൻ ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്. ഈ ലൂപ്പിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് എന്താണ്? ഈ ലൂപ്പിനകത്തൂടെ ഒറ്റ കറണ്ട് മാത്രമേ പോകുന്നുള്ളൂ, ഐ ആണത്. അപ്പോൾ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചോളുക. ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 2πr ആണ്. അതേപോലെ തന്നെ ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്ന ആ ലൂപ്പുമായിട്ട് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ആ ലൂപ്പിനകത്തൂടെ പോകുന്ന കറണ്ട് ഐ തന്നെയാണ്. അത് രണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അന്തസ്സായിട്ട് അങ്ങ് എഴുതി വെക്കുക. ആൻസറായി. ദെൻ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. മക്കളെ പറയടാ. ബി ഈസ് ഈക്വൽ ടു μ0 ഐ ഡിവൈഡ് ബൈ എന്താണ്? 2πr ആണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. μ0 ഐ ഡിവൈഡ് ബൈ എന്താണ്? 2πr. ഓക്കെ, അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നെറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിങ് കറണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. എങ്കിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കറണ്ട് തന്നിട്ടുണ്ട് 20 ആംപിയർ. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ആണ്. 5 × 10⁻². മാഗ്നെറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. μ0 ഐ ഡിവൈഡഡ് ബൈ 2πr എല്ലാം ഉണ്ട്. μ0യുടെ വാല്യൂ 4π × 10⁻⁷. കറണ്ടിൻ്റെ വാല്യൂ 20 ഡിവൈഡഡ് ബൈ 2 × π × റേഡിയസ് 5 × 10⁻². കിട്ടുന്ന ആൻസർ ടെസ്റ്റിലെ നിങ്ങളൊന്ന് ആൻസർ എന്ത് ചെയ്യുക മക്കളെ? കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഒരു സോളിനോട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ്. സിമ്പിൾ ഡെറിവേഷൻ ആണ്. അതിനകത്ത് കുറച്ച് കാര്യം അറിയിക്കുക. ഒരു സോളിനോട് എടുത്തു. ആ സോളിനോടിനകത്ത് നമുക്ക് ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ സെൻറ്ററിലെ പോയിൻ്റാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ഒരു ആംപീരിയൻ ലൂപ്പ് എടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലൊരു ആംപീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള ആംപീരിയൻ ലൂപ്പാണ്. എന്താണ്? ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള ആംപീരിയൻ ലൂപ്പിനെ എടുത്തു. ഇതാണ് ഞാൻ എടുക്കുന്ന ആംപീരിയൻ ലൂപ്പ്. ഇപ്പോൾ ഫുള്ളി ഈ ഒരു സോളിനോട് കവർ ചെയ്യണ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ എടുത്താലും മതി. ശരി, ഈ ഫുള്ളി കവർ ചെയ്തെടുത്താലും വിഷയമൊന്നുമില്ല. ഓക്കെ, ഇവിടം വരെയുള്ള ഈ ഒരു ആംപീരിയൻ ലൂപ്പുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ
ഈ ആംബിയൻ ലൂപ്പിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു സോളിനോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണ്. ഓക്കെ അല്ലേ? സോളിനോഡിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? I ആണ്. സോളിനോഡിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ് മക്കളെ? I ആണ്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. എത്ര ടേൺസ് ഉണ്ട് ഇതിനകത്ത്? എത്ര ടേൺസ് ഉണ്ട്? n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ഒരു യൂണിറ്റ് ലെങ്തിലെ ടേൺസ് സ്മോൾ ലെറ്റർ n ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്മോൾ ലെറ്റർ n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ L ലെങ്തിലുള്ള ടേൺസ് n × L ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ആംപീരിയൻ സർക്യൂട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ ഈ ലൂപ്പിനൊരു പേരൊക്കെ വിളിക്കുന്നു. ലൂപ്പിൻ്റെ പേര് A, ലൂപ്പിൻ്റെ പേര് A, B, C, D. അപ്പോൾ നമ്മുടെ ആംപീരിയൻ സർക്യൂട്ട് അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. ABCD. നമ്മുടെ ലൂപ്പ് എന്താണ്? നമ്മുടെ ലൂപ്പ് എന്താണ്? ABCD ആണ് നമ്മുടെ ലൂപ്പ് അല്ലേ? B.dl സീക്വൽ ടു എന്താണ്? μ0 × എന്താണ്? I ആണ്. ഇനി ഞാൻ ഇവനെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു. എന്താണ്? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. A to B B.dl പ്ലസ് B to C B.dl പ്ലസ് C to D B.dl. ഇനി അതേപോലെ D to A. ഞാൻ ഇതിനെ ഇവിടെ മുതൽ ഇവിടം വരെ ഇങ്ങനെ 4 പോർഷനാക്കി മാറ്റി. പ്ലസ് എന്താണ്? D to A B.dl. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? μ0 × എന്താണ്? I എൻക്ലോസ്ഡ്. ഈക്വൽ ടു എന്താണ്? μ0 × എന്താണ്? I എൻക്ലോസ്ഡ്. ഓക്കെ അല്ലേടാ? ഇസ് ഈക്വൽ ടു μ0 × എന്താണ്? I എൻക്ലോസ്ഡ് നമുക്ക് എഴുതാം. റെഡി? ഈക്വൽ ടു μ0 × I എൻക്ലോസ്ഡ്. ഇനിയെ ശ്രദ്ധിക്കുക, ഇൻറ്റഗ്രൽ B.dl. ഇവിടെ നോക്കിയാടാ, ഇതാണ് നമ്മുടെ ഈ ഇത്രയും പോർഷൻ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ B.dl എന്ന് പറയുമ്പോൾ ആംഗിൾ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. ഒരു സോളിനോയിഡിൻ്റെ സെൻറ്ററിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ലെങ്തും ആ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. അപ്പോൾ cos 0 1 ആണ്. അപ്പോൾ അത് നോക്കണ്ട. ഇനി ബീനെ നമ്മൾ പുറത്തെടുത്തു. ഇൻറ്റഗ്രൽ DL എന്ന് വെച്ചാൽ ഈ ആംബിയൻ ലൂപ്പിൻ്റെ ലെങ്ത് അല്ല ഇത്രയും പോർഷനിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ലെങ്ത് എന്താണ്? അത് L ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൻ്റെ ഇതിന് പകരം നമുക്ക് എഴുതാം ഇൻറ്റഗ്രൽ B.dl പകരം നമുക്ക് എഴുതാം B × L എന്ന് എഴുതാം. B × L എന്ന് എഴുതാം. ഓക്കെ അല്ലേടാ? ഇനി അടുത്തത് ഇവിടെ B to C ആണല്ലേ? B to C ഇതാണ് ലെങ്ത്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് 0 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. പ്ലസ് അടുത്തത് C to D. കാരണം ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയത്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആകാൻ കാരണം മറ്റൊന്നുമല്ല, അവിടെ θ 90 ഡിഗ്രിയാണ്. അടുത്ത C to D. നമ്മൾ C to D എടുക്കുന്നു. ഔട്ട്സൈഡ് സോളിനോട് നമുക്ക് പറയാം ഔട്ട്സൈഡ് സോളിനോട് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ നമുക്ക് അടുത്തതിനകത്ത് എഴുതാം 0. ഔട്ട്സൈഡ് സോളിനോട് മാഗ്നറ്റിക് ഫീൽഡ് 0. ഇനി B.dl എഗെയിൻ ഇവിടെ എന്താണ്? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെയും നമുക്ക് പറയാം θ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇവിടെയും 0. ചുരുക്കം പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ഇസ് ഈക്വൽ ടു μ0 × I എൻക്ലോസ്ഡ്. ഓക്കെ റെഡി? ഇനി I എൻക്ലോസ്ഡിനെ കൂടെ മാറ്റിയ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതാൻ പോകുന്നു. BL ഈസ് ഈക്വൽ ടു μ0 × I എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഈ ഒരു ആംപീരിയൻ ലൂപ്പിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ടാണ്. ഒരു ടേണിലൂടെയുള്ള കറണ്ടാണ് I. അതാ മക്കളെ, ഒരു ടേണിലൂടെയുള്ള കറണ്ടാണ് I. ഇങ്ങനെ എത്ര ടേൺസ് ഉണ്ട്? 2, 3, 4, അതായത് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി n × I എന്ന് വിളിക്കാം. n × I ബിക്കോസ് I എൻക്ലോസ് ആംപീരിയൻ ലൂപ്പിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടേണിലൂടെയുള്ള കറണ്ടാണ് I. അപ്പോൾ n നമ്പർ ഓഫ് ടേൺസ് 1, 2, 3, 4 അങ്ങനെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് ആ ലൂപ്പിനകത്ത്. അപ്പോൾ n × I എന്ന് എഴുതാം. ദെൻ ഫൈനലി നമുക്ക് n കൂടെ മാറ്റാം. ദെൻ BL ഈസ് ഈക്വൽ ടു μ0 n എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു n × L ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ടോട്ടൽ ലെങ്ത് ആണ്. × I എന്ന് എഴുതാം. നമുക്ക് ആരെയൊക്കെ വെട്ടിക്കളയാം? L വെട്ടിക്കളയാം. ദെൻ B ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? μ0 n എന്ന് കിട്ടി. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. എല്ലാ മക്കൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയടാ, ഒരു സോളിനോഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 0.5, അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 10⁻⁻² മീറ്റർ. ടേൺസ് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 500.
കറണ്ട് തന്നിട്ടുണ്ട് 5 ആംപിയർ. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ μ0 ni ആണ്, അല്ലെങ്കിൽ μ0 ni/L ആണ്. എല്ലാം തന്നിട്ടുണ്ട് മക്കളെ. നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, കറണ്ട് ഉണ്ട്, ലെങ്ത് ഉണ്ട്. നമുക്കിതിൻ്റെ ആവശ്യമില്ല, ചുമ്മാ വന്നിരിക്കുകയാണ്. ഇതുപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻസർ കിട്ടുന്ന ടെസ്റ്റിലായിരിക്കും. ഓക്കെ ആണോ മക്കളെ? റെഡി ആണോ? ഓക്കെ ആണോ? നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ ഞാൻ ഇത് ആൻസർ ശരിയാണെങ്കിൽ പറയാം കേട്ടോ. അടുത്ത്, ഒരു കണ്ടക്ടറിനെ നമ്മൾ തീറ്റ ആംഗിളിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുകയാണ്. എക്സാമിന് ചോദിക്കുന്നത് ഫോഴ്സ് എന്താണ്? പഠിച്ചു വെച്ചോ. നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവനെ വെച്ചിരിക്കുന്ന മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. അവിടുത്തെ ഫോഴ്സ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ആണ്. അത് നമ്മൾ QVB sin θ ആണ്. അതിനകത്ത് ക്യൂവിനും വിക്കും നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കും. വി എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവിടെ ചാർജിൻ്റെ വെലോസിറ്റിയാണ്. നമുക്കതിനെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കാം. അതിൻ്റെയൊക്കെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആൻസർ മാത്രം പഠിക്കുക. F = കറണ്ട് ബില്ല് ഓർത്താൽ മതി. BIL sin θ. BIL sin θ അല്ലെങ്കിൽ ILB sin θ. ILB sin θ. ഇതിൻ്റെ വെക്ടർ ഫോമിലാക്കുമ്പോൾ I × L × B എന്ന് എഴുതാം. L × B. L എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, B മാഗ്നറ്റിക് ഫീൽഡ്, തീറ്റ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് അവിടെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഗതിയാണ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഗതിയാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനകത്തെ കറണ്ട് ഉണ്ട് 8 ആംപിയർ ആണ്. ഇതൊക്കെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 0.15 ആണ്. 0.15 ടെസ്ലയാണ്. കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ എന്താണ് മക്കളെ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. F/L ആണ്. നമുക്കറിയാം F/L = IB sin θ. എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ ഉണ്ട്, ബിൻ്റെ വാല്യൂ ഉണ്ട്, തീറ്റയുടെ വാല്യൂ ഉണ്ട്. ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ കിട്ടുന്നത് Nm/m Nm/m. ഓക്കെ, ഇനി അടുത്തത്. ഇവിടെ 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. I1 ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2 ആണ്. സ്വാഭാവികമായിട്ടും ഈ ഫസ്റ്റ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് സെക്കൻഡ് കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കണ്ടക്ടറിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഇനി ഫസ്റ്റ് കണ്ടക്ടർ ഇരിക്കുന്നത് സെക്കൻഡ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് കണ്ടക്ടറിന് സെക്കൻഡ് കണ്ടക്ടർ മൂലം എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് കിട്ടും. നമുക്കതിനെ എന്ത് വിളിക്കാം? ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഫസ്റ്റ് കണ്ടക്ടർ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സെക്കൻഡ് കണ്ടക്ടറാണ് F12. ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫസ്റ്റ് കണ്ടക്ടറാണ് F2 ആണെന്ന് പറയുന്നത്. നമുക്ക് F12 ഒന്ന് കണ്ടുപിടിക്കാം. F12 നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ILB ആണ്. I എന്ന് പറയുന്ന ആ കണ്ടക്ടറിനകത്തോട് പാസ് ചെയ്യുന്ന കറണ്ട്, L എന്ന് വെച്ചാൽ കണ്ടക്ടറിൻ്റെ ലെങ്ത്, B എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അത് ഉണ്ടാക്കുന്നത് സെക്കൻഡ് കണ്ടക്ടറാണ്. സൈൻ തീറ്റ, ഇവിടെ തീറ്റ എത്ര ആക്കിയത്? 90 ഡിഗ്രിയാണ്. സൈൻ 91 ആണ്. കാരണം എന്താണ്? ഈ ഒരു കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് മക്കളെ പോകുന്നത്. വട്ടം കറങ്ങിപ്പോകും അല്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് 2 കണ്ടക്ടർ. ഈ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോയി വരും. അപ്പോൾ എത്ര ഡിഗ്രി ആയത്? ഇങ്ങനെ കറങ്ങിയാൽ പോകുന്നത്. ഇപ്പോൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. സൈൻ 91 ആണ്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതുക θ = 90 ഡിഗ്രി. ഇനി F12 = I1 L1 മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. μ0 I2 / 2πr. ഇവിടെ ആറിന് പകരം ഞാൻ ഡിസ്റ്റൻസ് A എന്ന് വിളിച്ചാൽ 2πa. അപ്പോൾ F12 എന്ത് കിട്ടി? F12 എന്ത് കിട്ടി മക്കളെ? μ0 I1 I2 / 2πa. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ F/L1 ചോദിക്കും എക്സാമിന്. അപ്പോൾ ഇത് എഴുതി വെക്കുക. ഇനി F21 കണ്ടുപിടിച്ചിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് 2 പേർക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പാരലൽ കറണ്ടും ആൻറ്റി പാരലൽ കറണ്ടും. നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് ഈ ഒരു കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? അകത്തോട്ട് പോകുന്നതിനെ നമുക്ക് ക്രോസ് ഇട്ടും പുറത്തോട്ട് വരുന്നതിനെ നമുക്ക് കുത്തിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇത് സെയിം തന്നെയായിരിക്കും. അകത്തോട്ട് പോകുന്നതിന് നമുക്ക് ക്രോസ് ഇട്ടും പുറത്തോട്ട് വരുന്നതിന് നമുക്ക് കുത്തിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ക്രോസും കുത്തും ഒന്ന് നോർത്തും ഒന്ന് സൗത്തും ആണല്ലേ?
ഒന്ന് നോർത്തും ഒന്ന് എന്താണ് സൗത്തും ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. അപ്പോൾ പാരലൽ കറണ്ട് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഇനി ഇതേപോലെ ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ചോ, ആൻറ്റി പാരലൽ കറണ്ട് ആണെങ്കിലോ അത് റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ട് പോകുന്നതെങ്കിൽ അത് റിപ്പൽ ചെയ്യും. റെഡിയാണോ മക്കളെ? റെഡി ആണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ അടുത്ത ലാസ്റ്റ് ടോപ്പിക്കിലൂടെ നമ്മൾ എത്താൻ പോകുന്നു. നമുക്കിനി 2 കാര്യങ്ങളേ ഉള്ളൂ. ഒരു റെക്ടാങ്കുലർ കോയിൽ ആക്ട് ചെയ്യുന്ന ടോർക്കും അതേപോലെ തന്നെ ഗാൽവനോമീറ്ററും അതിന്റെ കൺവേർഷനും മാത്രമേ പഠിക്കാനുള്ളൂ. നോക്കണം. ഒരു റെക്ടാങ്കുലർ കോയിലിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നടാ മക്കളെ എന്ത് സംഭവിക്കുന്ന അറിയാവോടാ? അതിനൊരു ടോർക്ക് അനുഭവപ്പെടും. അത് വട്ടം കറങ്ങും. ഒരു റെക്ടാങ്കുലർ കോയിലിനെ, കറണ്ട് ക്യാരി ചെയ്യുന്ന റെക്ടാങ്കുലർ കോയിലിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വട്ടം കറങ്ങും, അവൻ റൊട്ടേറ്റ് ചെയ്യും, അതിലൊരു ടോർക്ക് അനുഭവപ്പെടും. അത് നമുക്ക് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ എടുക്കുക. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കറണ്ട് താഴോട്ടേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്. ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? പുറത്തോട്ട്. കറണ്ട് താഴോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്, ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? പുറത്തോട്ട്. അപ്പൊ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിനകത്ത് ഫോഴ്സ് പുറത്തോട്ടേക്കാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബി. ഇനി സി ഡി എന്ന് പറഞ്ഞ കണ്ടക്ടർ എടുത്താലോ, കറണ്ട് മുകളിലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ഇൻ ടു ദി പ്ലെയിൻ, അകത്തോട്ടേക്കാണ്. ഇത് എവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്? യെസ്, സി ഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവൻ എന്ത് ചെയ്യും മക്കളെ? ഒരു ഫോഴ്സ് പുറത്തോട്ടും ഒരു ഫോഴ്സ് അകത്തോട്ടുമാണ്. ഇവൻ എന്ത് ചെയ്യും മക്കളെ? ഇവൻ റൊട്ടേറ്റ് ചെയ്യും. ഇറ്റ് വിൽ റൊട്ടേറ്റ്. അപ്പൊ നമുക്ക് പറയാം, ഒരു റെക്ടാങ്കുലർ കറണ്ട് ക്യാരിങ് കോയിലിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവൻ റൊട്ടേറ്റ് ചെയ്യും. സോ അവൻ ടോർക്ക് ഇല്ലേടാ? അവൻ ടോർക്കിന്റെ എക്സ്പ്രഷൻ വേണം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. എഫ് എ ബി ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം മക്കളെ? ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. എഫ് എ ബി എന്താണ്? എഫ് എ ബി നോക്കിയാലോ. എഫ് എ ബി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഐ എൽ ബി ആണല്ലേ. ഐ എൽ ബി സൈൻ തീറ്റ 90 ഡിഗ്രിയാണ്. വളരെ വ്യക്തമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. 90 ഡിഗ്രിയാണ്, തീറ്റ 90 ഡിഗ്രിയാണ്. സൈൻ 91 ആണ്. എൽ എന്ന് വെച്ചാൽ ഈ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്. ബി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഐ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണടാ മക്കളെ. ഇതേപോലെ തന്നെ എഫ് സി ഡി നമ്മൾ കണ്ടുപിടിച്ചാലും സെയിം തന്നെ കിട്ടുന്നു. എഫ് സി ഡിയും ഐ എൽ ബി തന്നെ കിട്ടുന്നു. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. രണ്ട് ഈക്വലും ഓപ്പോസിറ്റ് ഫോഴ്സും എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു, ഇതെങ്ങോട്ടാ പോകുന്ന ഫോഴ്സ്? പുറത്തോട്ട്. ഇതെങ്ങോട്ടാ പോകുന്നത്? അകത്തോട്ട്. ക്രോസ് ഇട്ട് കാണിക്കാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1 ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഒരാമിന്റെ ഒരു സൈഡിൽ ഒരു ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ട് 2 ഫോഴ്സ് ആക്ട് ചെയ്യുകയാണ്. 2 എൻഡിൽ ഒരാം എടുത്തു. ഒരാമിന്റെ ഒരു എൻഡിൽ ഒരു ഫോഴ്സ്, അടുത്ത എൻഡിൽ അടുത്ത ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവർ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് എന്ന് വെച്ചാൽ എന്താണ്? സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് പ്ലസ് ഇതിൻ്റെ ടോർക്ക്. അപ്പോൾ നമുക്ക് സിമ്പിളി പറയാം, ഇവിടെ ഇങ്ങനെയുള്ള കേസിൽ ഈക്വലും ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കേസിൽ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ് മക്കൾ? ഐ എൽ ബി ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവന് നമ്മുടെ ഡിസ്റ്റൻസ് എന്താണ്? അത് ബി ആണ്. ഡെപ്ത് ഓഫ് ദി അല്ലേ. അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ലെങ്തിൻ്റെ ബ്രെഡ്ത്ത്. മക്കൾ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് എന്താണ്? ഏരിയ ആണ്. ഐ എ ബി സൈൻ തീറ്റ. ഐ എ ബി. If there are n number of turns, n number of turns, ഉണ്ടെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ നമുക്ക് എഴുതാം NIAB ആണ്. ടോർക്ക് ടോ ഈസ് NIAB. ഇനി മക്കളെ, നമ്മുടെ ഈ കോയിൽ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ കോയിൽ ഇതാണ് കോയിലിൻ്റെ ഏരിയ വെക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെ. ആക്ച്വലി ഈ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിലാണ് ഈ ഇക്വേഷൻ. 90 ഡിഗ്രി ആണെങ്കിൽ ഇനി ഇവനൊരു തീറ്റ ആംഗിളാണ് നിൽക്കുന്നതെങ്കിൽ ഇത് മാക്സിമം ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ്. ഇത് എന്തിൻ്റെ എക്സ്പ്രഷനാണ്? മാക്സിമം ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. മാക്സിമം ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ്. ഇനി ഒരു തീറ്റ ആംഗിൾ നിന്നാലോ, ഈ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുമായിട്ട് ഒരു തീറ്റ ആംഗിൾ നിന്നാലോ, അവിടെ നമുക്ക് നോക്കാം എന്തായിരിക്കും
അവിടുത്തെ എക്സ്പ്രഷൻ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു തീറ്റ ആംഗിളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NIAB. NIAB നിങ്ങളുടെ സൈൻ തീറ്റ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വേറെ ഡെറിവേഷനൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ അപ്ലൈ ചെയ്താൽ മതി. NIAB. ഓക്കെ, റെഡി അല്ലേടാ? ഇനി ഒരു കാര്യം കൂടെ, NIA കണ്ടോ? NIAനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. നമുക്കറിയാം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? PE സൈൻ തീറ്റ. ഈ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ടോർക്കാണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ടോർക്കാണ്. ഇവിടെ സൈൻ തീറ്റ രണ്ടിടത്തും ഉണ്ടല്ലേ? ഇലക്ട്രിക് ഫീൽഡിന് പകരം ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് പകരം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും മക്കളെ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ സ്മോൾ ലെറ്റർ M. വെക്ടർ ക്വാണ്ടിറ്റി ഡയറക്ഷൻ അലോങ് ദ ഡയറക്ഷൻ ഓഫ് NIA ആണ്. ഇവിടെ N സ്കെയിലാർ, I സ്കെയിലാർ. അപ്പോൾ ഏരിയ വെക്ടർ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ MB സൈൻ തീറ്റ എന്ന് എഴുതാം. ഇൻ വെക്ടർ ഫോം നമുക്കിതിനെ എഴുതാം. ഇൻ വെക്ടർ ഫോം M ക്രോസ് B. M ക്രോസ് എന്താണ് മക്കളെ? B. അപ്പോൾ താഴെ എഴുതി വെക്കണം. M എന്ന് പറയുന്നത് എന്താണ്? M is a vector quantity, direction is same as the area vector. M is equal to NIA. NIA, magnetic dipole moment. എങ്കിൽ എൻ്റെ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ടോപ്പിക്കിലെടുത്താൽ നമ്മൾ പോകുന്നു. അത് മറ്റാരുമല്ല, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. എന്താണ് മക്കളെ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്? കറണ്ടിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ, കറണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്കിത് ഉപയോഗിച്ച് കറണ്ടിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കറണ്ടിനെ മെഷർ ചെയ്യാൻ അമ്മീറ്റർ ആണ്, വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ ആണ്. ഈ ഗാൽവനോമീറ്ററിനെ നമുക്ക് ചെറിയ പരിപാടികൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കിയും അമ്മീറ്റർ ആക്കിയും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്, എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് വിശദമായി എന്ത് ചെയ്യാം, നോക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ പറയുന്നതിൻ്റെ യൂസ് ആണ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് കറണ്ട് ആണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, നിങ്ങൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നോക്കുക. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? നടുക്ക് നിങ്ങൾ കാണുന്ന ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സോഫ്റ്റ് അയൺ കോർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കൃത്യമായി നമ്മുടെ ആ കോയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ നമ്മൾ ഈ അയൺ കോർ ഉപയോഗിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടും പോകത്തില്ല. എയറിനേക്കാൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടുതൽ ആർക്കാണ്? അയൺ കോറിന് മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ആ ഫീൽഡെല്ലാം ഇതിലേക്കൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. നമ്മളുടെ അയൺ കോറിലൂടെ പാസ് ചെയ്ത് പോകും. അങ്ങനെ ടോട്ടൽ നമുക്ക് ആ കോയിലിന് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡിനെ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ കോയിൽ, റെക്റ്റാങ്കുലർ കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നു. പിന്നീടുള്ള കാര്യം, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു സ്പ്രിങ് ആണ്. ഈ കാണുന്നത് എന്തിനാണ് സ്പ്രിങ് വെക്കുന്നത്? ഈ നീഡിൽ അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്താൽ തിരിച്ചു വന്നിരിക്കണ്ടേ? ഇത് അങ്ങോട്ട് അവിടെ നിന്നാൽ മതിയോ? അടുത്ത റീഡിങ് എടുക്കണമെങ്കിൽ ഇത് തിരിച്ചു വന്നിരിക്കണ്ടേ? അപ്പോൾ ഞാൻ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് പോകും, കറണ്ട് ഇല്ലാത്തപ്പോൾ പഴയ പോലെ വന്നിരിക്കും. അപ്പോൾ സ്പ്രിങ് വേണം അവിടെ, ഒരു സ്പ്രിങ്. എന്ത് സ്പ്രിങ്ങാണ്? ഒരു ഹെലിക്കൽ സ്പ്രിങ്. ഹെലിക്കൽ എന്നല്ല, കുറച്ച് സ്പൈറൽ സ്പ്രിങ്, ഒരു വല്ലാത്ത ആദ്യം നമ്മുടെ ഈ ഒരു സ്പ്രിങ് അല്ല, ഹെലിക്കൽ സ്പ്രിങ് അല്ല, ഒരു സ്പൈറൽ ഷേപ്പിലുള്ള സ്പ്രിങ് ആണ്. സ്പൈറൽ സ്പ്രിങ്, ചുരുണ്ടിരിക്കുന്ന ഈ ഒച്ചില്ലേ, ഈ ഒച്ച ഈ സാധനം ഇങ്ങനെ കൊമ്പൊക്കെ ഉള്ള കണ്ടില്ലേ? അതേപോലത്തെ ഷേപ്പുള്ള സ്പ്രിങ് ആണ്. പിന്നെന്താണ്? പോയിന്റർ ഉണ്ട്, പിന്നെന്തുണ്ട്? സ്കെയിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഓക്കെ, റെഡി? എങ്കിൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഈ റെക്റ്റാങ്കുലാർ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ റെക്റ്റാങ്കുലാർ കോയിൽ ഇരിക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് സ്വാഭാവികമായിട്ടും അത് റൊട്ടേറ്റ് ചെയ്യും. ദിസ് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. കൺസ്ട്രക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹോൾഷൂ മാഗ്നറ്റ് ഉണ്ട്, റെക്റ്റാങ്കുലാർ കോയിലുണ്ട്, അയൺ കോർ ഉണ്ട്, സ്പൈറൽ ഷേപ്പിലുള്ള സ്പ്രിങ്ങും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ പോയിന്റർ, സ്കെയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതി വെക്കാം. ആ ഷോൺ ഇൻ ദ ഫിഗർ എന്ന് വെച്ചിട്ട് ആ ഫിഗർ ഇതേപോലെ വരച്ചു നോക്കുക. ഇതേപോലെ ഒന്നും വരക്കണ്ട, ഒരു മുട്ട വരയ്ക്കുക, മുട്ടയ്ക്കകത്ത് റെക്റ്റാങ്കുലർ കോയിൽ വരയ്ക്കുക, പിന്നെ ഇങ്ങനെ ചുറ്റി വെക്കുക, സ്പ്രിങ് ആണ്. പിന്നെ ഇവിടെ എന്തിനെ വരക്കുക? യെസ്, ഒരു മാഗ്നറ്റിനെ നൈസായിട്ട് വരക്കുക. പിന്നെ ഒരു പോയിന്റർ കൊടുക്കുക, ഒരു സ്കെയിൽ കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ വരക്കാൻ പറ്റും ഇതൊക്കെ. എങ്കിൽ നമുക്കിതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലോട്ട് പോവാം. മക്കളെ, നമ്മുടെ ഈ റെക്റ്റാങ്കുലർ കോയിലിൽ ടോർക്ക് അനുഭവപ്പെടും അല്ലേ? റെക്റ്റാങ്കുലർ കോയിൽ അനുഭവപ്പെടുന്ന ടോർക്ക് നമുക്കറിയാം NIAB ആണ്. NIAB sin 90 മാക്സിമം ടോർക്കാണ്, റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ NIAB ആണ് അവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത്. ഇത് ആ കോയിലിന് കിട്ടുന്ന ടോർക്കാണ്, റെക്റ്റാങ്കുലർ കോയിലിന് കിട്ടുന്ന ടോർക്കാണ്.
ഈ ടോർക്ക് കൊണ്ടാണ് റെക്ടാങ്കുലർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിനും ഈ ടോർക്ക് കിട്ടുന്നു. സ്പ്രിങ് ഇങ്ങനെ ചുരുണ്ടിങ്ങനെ വരും. അപ്പൊ സ്പ്രിങ്ങിനകത്ത് ഈ ടോർക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും മക്കളെ? തീറ്റയാണ്. റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? സി തീറ്റയാണ്. സി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പോലെ ഒരു കോൺസ്റ്റന്റ് ആണ് സി എന്ന് പറയുന്നത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് അല്ലെങ്കിൽ എന്താണ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് അല്ലെങ്കിൽ ടോർക്ക് പെർ എന്താണ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ, അങ്ങനെയും പറയാം. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമുക്കറിയാം എന്താണ്, ആരാണ് റീസ്റ്റോറിംഗ് ടോർക്ക് കൊടുക്കുന്നത്? അത് നമ്മുടെ റെക്ടാങ്കുലർ കോയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം. NIAB is equal to C തീറ്റ എന്ന് പറയാം. സി തീറ്റ. ഇവിടെ നിന്ന് നമുക്ക് തീറ്റ ബൈ ഐ കണ്ടുപിടിക്കാം. തീറ്റ ബൈ ഐ അതിനെയാണ് കറണ്ട് സെൻസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. കറണ്ട് സെൻസിറ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. തീറ്റ ബൈ ഐ ഈസ് ഈക്വൽ ടു NAB ബൈ സി ആണ്. എങ്ങനെ ഒരു ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റീവ് ഫാക്ടർ കൂട്ടാമെന്ന് മക്കളെ നമ്മളോട് ചോദിച്ചാൽ എഴുതി വെക്കുക. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, ഏരിയ കൂട്ടുക, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുക, സി കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി 2 നിസ്സാര ടോപ്പിങ്ങുടെ അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എന്താണ്? ഗാൽവനോമീറ്റർ ഇൻറ്റു ആൻ അമ്മീറ്റർ. ഒരു ഗാൽവനോമീറ്റർ നമ്മൾ അമ്മീറ്റർ ആക്കി എന്ത് ചെയ്യാൻ പോകുന്നു? കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണ്? വളരെ സിമ്പിളാണ് മക്കളെ. ഒരു ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ഒരു കുഞ്ഞു റെസിസ്റ്ററിനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോ റെസിസ്റ്റർ, അതിന് വിളിക്കുന്നത് ഷണ്ട് മോൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എഴുതി വെക്കല്ലേ, ഷണ്ട് റെസിസ്റ്റൻസ്. എന്താ ഷണ്ട് റെസിസ്റ്റൻസ്? ഒരു ലോ റെസിസ്റ്റൻസ്. അതിനെ കണക്ട് ചെയ്യും എങ്കിൽ നമുക്കൊരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായി കൺവേർട്ട് ചെയ്യാം. ഇവിടുന്ന് എക്സാമിന് ചോദിക്കും, ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. വളരെ സിമ്പിളാണ്. ഇങ്ങോട്ട് വരുന്ന കറണ്ട് ഐ ആണ്, അത് ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. IG ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട്, I മൈനസ് IG ഷണ്ടിലൂടെ പോകുന്ന കറണ്ടാണ്. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് പാരലൽ വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം IG ഇൻറ്റു G ഈസ് ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു എന്താണ്? എസ് ആണ്. ഇവിടുന്ന് ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി IG ഇൻറ്റു G ഡിവൈഡ് ബൈ I മൈനസ് IG ഉപയോഗിച്ച് നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസ് വളരെ വ്യക്തവും ശക്തവുമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എങ്ങനെ ഒരു കറണ്ട് സെൻസിറ്റീവ് ഫാക്ടർ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം ഇക്വേഷൻ തീറ്റ ബൈ ഐ ആണ് അല്ലേ? തീറ്റ ബൈ ഐ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ ഇക്വേഷൻ? NAB ബൈ എന്താണ്? സി ആണ്. അപ്പോൾ എങ്ങനെയൊക്കെ കൂട്ടാം? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എന്താണ്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആരെ പഠിക്കണം? നമ്മുടെ ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. എങ്ങനെ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആക്കാം? ഒരു ഗാൽവനോമീറ്ററിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു? വോൾട്ടിമീറ്ററോട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മുടെ കയ്യിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഈ ഗാൽവനോമീറ്റർ നേരത്തെ പാരലാണെങ്കിൽ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യുക? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഒരു റെസിസ്റ്റർ, ഒരു ഹൈ റെസിസ്റ്ററിനെ നിങ്ങൾ സീരീസ് ആയിട്ട് എന്ത് കണക്ട് ചെയ്യുക. നമുക്ക് മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് ഇതാണ്. ഈ വോൾട്ടേജ് V ആണ്. നമുക്കറിയാം പാരലായിട്ടാണ് വോൾട്ടിമീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അമ്മീറ്റർ ആണെങ്കിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് IG തന്നെയാണ്. ഇവിടെ സ്പ്ലിറ്റും ചെയ്യത്തില്ല, നേരെ പോകും. സീരീസിൽ കറണ്ട് സെയിം ആണ്. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നോക്കിയേ. ഇവിടെ നമുക്കറിയാം ടോട്ടൽ വോൾട്ടേജ് V is equal to IG ഇൻറ്റു G പ്ലസ് IG ഇൻറ്റു എന്താണ്? R ആണ്. നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി IG ഇൻറ്റു R, നമുക്ക് ആ ഹൈ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ V മൈനസ് IG എന്ന് കൊടുക്കാം. V മൈനസ് IGG എന്ന് കൊടുക്കാം. ഇവിടുന്ന് R ഈസ് ഈക്വൽ ടു V ബൈ IG മൈനസ് എന്ത് കൊടുക്കാം? G എന്ന് കൊടുക്കാം. ഇതാണ് എങ്ങോട്ട് ഗാൽവനോമീറ്ററിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? വോൾട്ടിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വോൾട്ടേജ് സെൻസിറ്റീവ് ഫാക്ടർ നോക്കാം. അത് തീറ്റ ബൈ V ആണ്. അതെന്താണ്? തീറ്റ ബൈ എന്താണ്? V ആണ്. നമുക്കറിയാം തീറ്റ ബൈ എന്താണ്? NAB ബൈ എന്താണ്? സി ആണ്. നമുക്കറിയാം ഇവിടുത്തെ കറണ്ട് ആയിരുന്നു. കറണ്ടിനെ വോൾട്ടേജ് ആക്കാൻ വേണ്ടി ഒരു റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. R ഇൻറ്റു I ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ V എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ R കൂടെ വരും. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റീവ് ഫാക്ടർ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ നമുക്ക് പറയാം. ഒരിക്കലും നമ്മൾ നോക്കിയേ എങ്ങനെയൊക്കെ വോൾട്ടേജ് സെൻസിറ്റീവ് ഫാക്ടർ കൂട്ടാം? ഇൻക്രീസിങ് ഏരിയ, മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ എന്താണ്? ഡിക്രീസിങ് ദ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ സി, കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, ഇങ്ങനെയെങ്കിലും എഴുതി വെക്കുക. ഇവിടെ എന്തില്ല? നമ്പർ ഓഫ് ടേൺസ് ഇല്ല, ആറിൻ്റെ വാല്യൂ ഇല്ല. എന്തുകൊണ്ടാണ്? എക്സാമിന് ചോദിക്കും.
എക്സാമിന് ചോദിക്കും നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ കറണ്ട് സെൻസിറ്റീവ് ഫാക്ടർ കൂടും, പക്ഷെ വോൾട്ടേജ് സെൻസിറ്റീവ് ഫാക്ടർ കൂടില്ല. കാരണം എന്താണ് എൻ്റെ മക്കളെ? നിങ്ങൾ എഴുതി വെക്കുക. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ ആ കണ്ടക്ടറിന്റെ ലെങ്ത് കൂടി, കണ്ടക്ടറിന്റെ ലെങ്ത് കൂടിയാൽ എന്താ മക്കളെ സംഭവിക്കുന്നത്? ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിയാലോ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേടാ മക്കളെ, N/R N കൂടുന്നതനുസരിച്ച് R കൂടും. N കൂടുമ്പോൾ R കൂടും. മുകളിലും താഴെയും കൂടിക്കഴിഞ്ഞാൽ, ഒരേപോലെ കൂടിക്കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് അല്ലേടാ മക്കളെ? N/R ഈസ് എ കോൺസ്റ്റന്റ്, മാറ്റമില്ല. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ വോൾട്ടേജ് സെൻസിറ്റീവ് മാറില്ല. ബിക്കോസ് നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ ലെങ്ത് കൂടും, ലെങ്ത് കൂട്ടിയാൽ റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ N/R കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. എങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്താണ് വരുത്തിയിരിക്കുന്നത്. Okay, what is voltage sensitive of a galvanometer? Theta by V is equal to NAB divided by ZR. The voltage sensitivity of a galvanometer does not vary with the increasing number of turns. Why? അതിന് ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. ഓരോ ടോപ്പിക്ക് പഠിച്ച് അവിടെ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ് ഇവിടം വരെ നമ്മൾ എത്തിയിരിക്കുന്നത്. മക്കളെ ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ഇതേപോലുള്ള ക്ലാസ്സുകളായിട്ട് ഇനി നിങ്ങളുടെ മുന്നോട്ട് വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവർക്കും ബൈ ബൈ.